മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ ധനസഹായം സ്വീകരിക്കാൻ കേന്ദ്ര അനുമതി. കേരളത്തിന് നേരത്തെ നിരസിച്ച അനുമതിയാണ് മഹാരാഷ്ട്രയ്ക്ക് നൽകുന്നത്. വിവേചനത്തിനെതിരെ CPM രംഗത്ത് വന്നു. ഫണ്ട് സ്വീകരിക്കുന്നതിൽ ദുരന്തങ്ങളായിരിക്കണം എപ്പോഴും മാനദണ്ഡമെന്നും ഇക്കാര്യത്തിൽ തുല്യമായ നീതി വേണമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് വിദേശത്തു നിന്നുള്ള സഹായം സ്വീകരിക്കാനായിട്ട് അനുമതി കൊടുത്തു. ഏതൊരു സംസ്ഥാനത്തിനും അങ്ങനൊരു ദുരിതാവസ്ഥയിൽ സഹായം കിട്ടുന്നത് നല്ല കാര്യമാണ്, അതിന് അനുമതി കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയ വിവേചനത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമാകുന്ന തരത്തിൽ, സംശയം തോന്നുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട്. കേരളമാണ് ഈ കാര്യത്തിൽ ലോകമാകെ നിന്ന് സംഭാവനകൾ ലഭിക്കുന്നതിനായി സാധ്യതയുള്ളൊരു ഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രളയം കേരളത്തിൻ്റെ നല്ലൊരു ഭാഗത്തെയും ദുരിതത്തിലാഴ്ത്തിയ ഘട്ടത്തിൽ സംഭാവന വാങ്ങാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ കേരളത്തിന് പ്രളയകാലത്ത് അങ്ങനെ അനുവാദം തരാനായി തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തു. അതിനകത്ത് രാഷ്ട്രീയമായിട്ട് മഹാരാഷ്ട്രയിലെ ഗവൺമെൻറ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്നൊരു മുന്നണി ആയതുകൊണ്ടാണോ എന്ന സംശയം സ്വാഭാവികമായിട്ട് തോന്നും. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നിലപാട് ഫെഡറലിസത്തെ സഹായിക്കുന്നതല്ല, പ്രത്യേകിച്ച് വളരെ വലിയ ദുരിതം വരുന്ന ഘട്ടത്തിൽ പോലും സംസ്ഥാനങ്ങളെ വ്യത്യസ്തമായി കാണുന്ന ഒരു സമീപനം ഉണ്ടെന്നുള്ള സംശയം കേരളീയർക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് തോന്നിയാൽ അത് അത്ഭുതമില്ല. ദുരിതവുമല്ല അവരുടെ മാനദണ്ഡം, മറിച്ച് രാഷ്ട്രീയമാണ് മാനദണ്ഡം എന്ന് വരുന്നത് ഭരണാധികാരികൾക്ക് ചേരുന്നതല്ല, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിന് ചേരുന്നതല്ല. ധനസുമോദ് വിശദാംശങ്ങൾ നൽകും ദില്ലിയിൽ നിന്ന്. ധനസുമോദ്, മഹാരാഷ്ട്രയ്ക്ക് എവിടെ നിന്നുള്ള സഹായത്തിനാണ് ഇപ്പോൾ കേന്ദ്രാനുമതി? അതിന് കേന്ദ്രത്തിന്റെ വിശദീകരണം എന്താണ്? വിവേചനമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന്റെ പ്രതികരണം എങ്ങനെ? കേന്ദ്രം ഇക്കാര്യത്തിൽ പറയുന്നത് മഹാരാഷ്ട്ര FCRA ഫണ്ട് അവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം, ആ അനുമതി കൂടി നൽകണം എന്നുള്ള ഒരു അപേക്ഷ വന്നു. ആ അപേക്ഷ പരിഗണിച്ച് തന്നെ ഒരു ഒറ്റത്തവണ എന്ന രീതിയിലാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല 2018 കേരളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം തേടാൻ നേരിട്ടുള്ള അനുമതിയാണ് ചോദിച്ചത്. അവർ ഒരു FCRA വഴിയുള്ള അനുമതിയല്ല ചോദിച്ചത് എന്നുള്ളൊരു കാരണമാണ് ഇപ്പോൾ പറയുന്നത്. ആ FCRA അനുമതി ചോദിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര മാത്രമാണ്. അതുകൊണ്ട് മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര ഏതെങ്കിലും ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലല്ല ചോദിച്ചിരിക്കുന്നത്. കാര്യം നിരവധി പേർക്ക് ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി ചില ചികിത്സാ സൌകര്യങ്ങളുടെ ചികിത്സാ സഹായം നൽകുന്നതിന്റെ ഭാഗമായി ഫണ്ട് ആവശ്യമുണ്ടായിരുന്നു. അക്കാര്യമാണ് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അങ്ങനെ വിദേശത്തു നിന്നും ഉള്ള ധനസഹായം ഒരിക്കൽ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ മഹാരാഷ്ട്ര ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല കേരളം നേരത്തെ ഈ തരത്തിലുള്ള ഒരു അപേക്ഷയല്ല സമർപ്പിച്ചിരുന്നത്. പ്രളയത്തിന്റെ 2018 കേരളത്തെ വിഴുങ്ങിയ മഹാപ്രളയം ഉണ്ടായിരുന്നത്. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ സമയത്ത് കേരളത്തിന് സംഭാവന നൽകാൻ, ഉദാരമായി തന്നെ സംഭാവന നൽകാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ഈ തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് നേരിട്ട് ധനസഹായത്തെ സ്വീകരിക്കുന്നത് ഇത് രാജ്യ താൽപര്യത്തിന് വിരുദ്ധമാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അന്ന് കേരളത്തിന്റെ അഭ്യർത്ഥന നിരസിച്ചത്. മറിച്ച് ഇപ്പോൾ മഹാരാഷ്ട്ര നൽകിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു അനുമതി അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിനകം തന്നെ CPM ധനമന്ത്രി MA ബേബി തുടങ്ങിയ CPM ജനറൽ സെക്രട്ടറി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മാധ്യമങ്ങളെ കാണുകയാണ്. ഇതൊരു രാഷ്ട്രീയമായിട്ട് ഉയർത്താൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത് ഈ വിവേചനം. ധനസുമോദാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.